Welcome back to Civil Tech. Assistant Engineer, Junior Instructor, Overseer First Grade, Second Grade, Third Grade, Tracer, Work Superintendent ഇതുപോലുള്ള നിരവധി എക്സാംസിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയലിലെ ബ്രിക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ക്ലേ to be used for manufacturing bricks for a large project is dug out and allowed to weather throughout the monsoon, the winter, the summer, none of these. നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദി മൺസൂൺ. നമ്മളിപ്പോൾ ഒരു ലാർജ് പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലേക്ക് വെതറിങ് എന്ന് വെച്ചാൽ ക്ലേ ഡഗ് ഔട്ട് ചെയ്തിട്ട് അതിനെ വെതറിങ് ചെയ്യുന്ന ആ ഒരു സീസൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മൺസൂൺ സീസൺ ആണ്. സോ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേജിൽ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അൺസോയിലിംഗ് ആണ്. അൺസോയിലിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടോപ്പിലുള്ള 20 സെൻറ്റിമീറ്റർ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അൺസോയിലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിഗ്ഗിങ് ആണ്. ഡിഗ്ഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സോയിൽ ഡഗ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഗ്ഗിങ് എന്ന് പറയുന്നത്. അടുത്ത് മൂന്നാമത് പറയുന്ന ക്ലീനിങ് ആണ്. ദെൻ ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് വെതറിങ് എന്ന് പറയുന്നത്. ഈ വെതറിങ്ങിലാണ് ആ ഒരു പ്ലാസ്റ്റിസിറ്റി കാര്യങ്ങളും എല്ലാം ഫോം ചെയ്ത് വരുന്നത്. ഇനി വെതറിങ്ങിന് ശേഷമുള്ളത് ബ്ലെൻഡിങ് ആണ്. ദ ഫൈനൽ വൺ ടെമ്പറിങ്. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ വരുന്നത്. അപ്പോൾ അതിൽ വെതറിങ്ങിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. വെതറിങ്ങിൻ്റെത് മൺസൂൺ സീസൺ ആണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിഫ്രാക്ടറി ബ്രിക്സ് ആർ യൂസ്ഡ് ഫോർ. റിഫ്രാക്ടറി ബ്രിക്സ് നമ്മൾ മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീറ്റൈനിങ് വാൾ, കോളംസ്, പിയേഴ്സ്, കമ്പഷൻ ചാമ്പർ. ആൻസർ വരുന്നത് കമ്പഷൻ ചാമ്പർ ആണ്. റിഫ്രാക്ടറി ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബ്രിക്കാണ്. അതുപോലെ തന്നെ ഇതിൽ ഫയർ ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിഫ്രാക്ടറി ബ്രിക്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അതുപോലെ വാട്ടർ അബ്സോർപ്ഷൻ ഒരു 5 to 10% ഒക്കെയാണ് റിഫ്രാക്ടറി ബ്രിക്സിന് വരുന്നത്. അതിലിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കിണ്ണ്, ഫർണസസ്, അതുപോലെ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ലൈനിങ് പോലെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും റിഫ്രാക്ടറി ബ്രിക്ക്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് ഓഫ് 1 meter സ്ക്വയർ ഓഫ് ബ്രിക്ക് എർത്ത് എബൌട്ട്. ഇത് ഓൾറെഡി അറിയാവുന്നത് തന്നെയാണ്. 1200, 1500, 1800, 2000. സോ ക്വസ്റ്റ്യൻ 1800. Then fourth question, the size of a modular brick. മോഡുലാർ ബ്രിക്കിൻ്റെ സൈസാണ്. 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓപ്ഷൻ സെക്കൻഡ് ആണെന്ന് അറിയാം. കാരണം ബാക്കിയൊന്നും നമ്മൾ പഠിച്ചതിൽ വരുന്നതല്ല. 90 into 9 into 9 centimeter. And then fifth question, the kiln which may work throughout the year is option clamp, ബുൾസ്ട്രെഞ്ച് സ്കിൻ അല്ലെങ്കിൽ ബുൾസ്ട്രെഞ്ച് എന്ന് പറയാം. ഹോഫ്മൻ സ്കിന്ന്, നൺ ഓഫ് ദീസ്. ബുൾസ്ട്രെഞ്ച് ആണ് കറക്റ്റ്. ഇതിൽ ബുൾ സ്കിൻ എന്നാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. സോ ആൻസർ എന്താണ്? ത്രൂ ഔട്ട് ദി ഇയർ ആണ് ചോദിച്ചേക്കുന്നത്. ത്രൂ ഔട്ട് ദി ഇയർ എന്ന് പറഞ്ഞാൽ ആൻസർ ഹോഫ്മൻ സ്കിൻ ആണ്. അതുപോലെ തന്നെ ഇതിലൊരു 2 പോയിന്റ് കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന കിണ്ണ് ഏതാണെന്ന് ചോദിച്ചാലും ഹോഫ്മൻ സ്കിൻ ആണ്. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കിണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബുൾസ്ട്രെഞ്ച് കിന്നാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th one, എ ഗുഡ് ബ്രിക്ക് എർത്ത് ഷുഡ് കണ്ടെയ്ൻ. ഒരു ഗുഡ് ബ്രിക്ക് എർത്തിൽ എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ, എബൌട്ട് 20 to 30% ഓഫ് അലുമിന, 50 to 60% ഓഫ് സിലിക്ക, നോട്ട് മോർ ദാൻ 5% ഓഫ് ലൈം, ഓൾ ദി എബവ്. എന്താണ്? നമുക്കറിയാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബ്രിക്കിൽ വരുന്നത്. ഫസ്റ്റ് സിലിക്ക വരുന്നുണ്ട്, രണ്ടാമത്തേത് അലുമിന, അതുപോലെ തന്നെ ലൈമ്, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ. ഇത്രയാണ് വരുന്നത്. ഇതിൽ തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. സിലിക്കയുടെ പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? 50 to 60%. അലുമിന 20 to 30%. ലൈം നോട്ട് ഗ്രേറ്റർ ദാൻ 5%. അയൺ ഓക്സൈഡ് 5 to 6%. ആൻഡ് മഗ്നീഷ്യ 1% ഓർ നോട്ട് ഗ്രേറ്റർ ദാൻ 1%. ഓക്കെ, ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരുന്നത്? ഓൾ ദി എബോ. നമ്മുടെ സിലിക്കയുടെ, അലുമിനിയുടെയും ലൈമിൻ്റെയും കണ്ടന്റ് സെയിം തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലേ ആൻഡ് സിൽറ്റ് content in a good brick earth must be at least options 50, 40, 30, 20. ഇതിൽ
വേറെ ഒന്നുമില്ല, നമുക്കൊരു കീവേഡ് തന്നെ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ക്ലേ ആൻഡ് സിൽറ്റ് ആണ്. ക്ലേ ആൻഡ് സിൽറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സിലിക്ക ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് 50 ആണ്. നമ്മൾ പറഞ്ഞു സിലിക്ക എന്ന് പറയുന്നത് 50 to 60% ആണ്. സോ ക്ലേ ആൻഡ് സിൽറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, സിലിക്കയാണ് ഉദ്ദേശിക്കുന്നത്. ആൻസർ 50% ആണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ മേസണറി ബ്രിക്ക്. അഗെയിൻ വീണ്ടും അത് തന്നെയാണ്, വേറെ രീതി ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. മേസണറി ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ്? സ്റ്റാൻഡേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തന്നെയാണ് വരുന്നത്? 19 × 9 × 9 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇത് MM ആണെങ്കിൽ എങ്ങനെ വരും? 190 × 90 × 90 mm. ഓക്കെ, ശ്രദ്ധിച്ചോളണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് immersed in water for 24 hours should not absorb water by weight more than. എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്? 10%, 15%, 20%, 25%. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്ലാസ് 20% ആണ് വരുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് 3 ക്ലാസ്സിൻ്റെയും വാട്ടർ അബ്സോർപ്ഷനും കംപ്രസീവ് സ്ട്രെങ്തും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് നമ്മളിപ്പോൾ പറഞ്ഞു 20%. അതുപോലെ സെക്കൻഡ് ക്ലാസ് ചോദിക്കുകയാണെങ്കിൽ എത്ര വരെ വരും? 22%-നേക്കാളും കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. തേർഡ് ക്ലാസ് ചോദിക്കുകയാണെങ്കിൽ 22 to 25% ആണ്. 25%-നേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, അടുത്ത് 10th ക്വസ്റ്റ്യൻ, ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. നമുക്കറിയാം സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ എത്രയാണ് പഠിച്ചത്? 7 to 14 Nm². ആണ്. അപ്പോൾ ഇതിൽ യൂണിറ്റ് വ്യത്യാസപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. എത്രയാണ്? നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം കിലോഗ്രാം സ്ക്വയർ ആണ്. കിലോഗ്രാം സ്ക്വയറിലാണ് കൊടുത്തേക്കുന്നത്. സോ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഉള്ളതിനെ ഇന്ന് × 10 ചെയ്താൽ മതി. കാരണം ആദ്യം ചെയ്യേണ്ടത് ന്യൂട്ടൻ്റെയും കിലോഗ്രാമിൻ്റെ കൺവേർഷൻ ഇതിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? MM to സെൻറ്റിമീറ്റർ, അതുപോലെ സെൻറ്റിമീറ്റർ to mm². ഇതിൻ്റെ കൺവേർഷൻ അറിഞ്ഞിരുന്ന ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ അത് കൺവേർട്ട് ചെയ്തെടുക്കുന്നതും ഞാൻ ഈ പറഞ്ഞ കൺവേർട്ട് ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് × 10 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? സെക്കൻഡ് ആണ്. ഓപ്ഷൻ ബി 75 kg/cm². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് ബി. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചേക്കുന്നത്. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്? 40 Nm². ഓക്കെ, അപ്പോൾ കിലോഗ്രാമിൽ വരുമ്പോൾ 140 എന്നുള്ള രീതിയിലാണ് വരുന്നത്, kg/cm². അപ്പോൾ നമുക്ക് എന്താണ്? 40 Nm² എന്നാണ്. ഇനി ഇതിൽ തന്നെ മിനിമം ഒരു വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 10.2 10.5 10.6 വരാം. സോ 10 വന്നാലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഇതിലപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി 100 kg/cm². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് എർത്ത് ഈസ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം, ആര് തന്നെയാണ്? അലുമിന. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചത് മേജർ എന്നോ അല്ലെങ്കിൽ ഡൊമിനൻ്റ് എന്നോ ആണ് എങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് വന്നേനെ? സിലിക്ക. അപ്പോൾ ഇതിൽ മെയിൻ അല്ലെങ്കിൽ ചീഫ് എന്നോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്നോ പറഞ്ഞു വന്നാൽ അതിൻ്റെ ആൻസർ അലുമിനയാണ്. ശ്രദ്ധിക്കുക, മെയിൻ, ചീഫ്, പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ അലുമിന, മേജർ അല്ലെങ്കിൽ ഡൊമിനൻ്റ് എന്ന് ചോദിച്ചാൽ ആൻസർ സിലിക്കയാണ് വരുന്നത്. Next question, for 1 cubic meter of brick masonry, number of bricks required is 400, 425, 450, 500. സോ ആൻസർ വരുന്നത് 500 ആണ്. 1 മീറ്റർ ക്യൂബിൻ്റെ ബ്രിക്ക് മേസണറി വർക്കിൽ നമ്മൾ 500 ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നോമിനൽ സൈസാണ് ചോദിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് 460 പറയാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ജാം ബ്രിക്സ് ആർ അണ്ടർ ബേൺഡ്, ഓവർ ബേൺഡ്, കച്ച, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഓവർ ബേൺഡ് ആണ്. ഓവർ ബേണിൻ്റെ വേറെ പേര് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഈ പറഞ്ഞ ജാമ ബ്രിക്സ്, പിന്നെ ഉള്ളത് വേർട്ടിഫൈഡ് ബ്രിക്സ് ആണ്. ജാംബാം ബ്രിക്സ് ആൻഡ് വേർട്ടിഫൈഡ് ബ്രിക്സ് ആണ് ഓവർ ബേൺഡ് ബ്രിക്കിൻ്റെ വേറെ പേരുകൾ.
The next question, refractory bricks resist high temperature, chemical action, dampness, all of the above. അപ്പോൾ ഇതിൽ റിഫ്രാക്ടറി ബ്രിക്ക് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞ കാര്യമാണ്, ഹൈ ടെമ്പറേച്ചർ ആണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ബ്രിക്ക് ഈസ് ഇമേഴ്സ്ഡ് ആണ് ഇത്, വെൻ എ ബ്രിക്ക് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours and then dried, if no grey or white deposits appear on the surface, the bricks is free from soluble salt. 10% surface is covered with grey or white deposit, the brick has a slight efflorescence. 50% surface is covered with grey and white deposits, the bricks has serious efflorescence. Efflorescence അതിൻ്റെ കൂടെയുള്ള പോയിന്റ് ആണ്. ആൻഡ് ഫൈനലി all the above. ഒരു ബ്രിക്ക് 24 hours ഇമേഴ്സ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്തൊക്കെ കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഗ്രേയോ വൈറ്റ് ഡെപ്പോസിറ്റോ ഒന്നും സർഫസിൽ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ സോളിബിൾ സാൾട്ട് ഇല്ല എന്നാണ്, സോളിബിൾ സാൾട്ടിൽ നിന്ന് ഫ്രീ ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 10% ഉണ്ടെങ്കിൽ അത് സ്ലൈറ്റ് എഫ്ലോറസെൻസും 50% ഉണ്ടെങ്കിൽ അത് സീരിയസ് എഫ്ലോറസെൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ 3 പോയിന്റ്സും എന്ത് തന്നെയാണ്, കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് ഓൾ ദി എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pick up the constituent of good brick earth whose excess causes the raw bricks shrink and warp during drying and burning from the following. Okay, alumina, lime, iron oxide, magnesia. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗുഡ് ബ്രിക്ക് എർത്തിൽ ഏത് കണ്ടന്റ്, റോ ബ്രിക്സിൽ ഏത് കണ്ടന്റ് എക്സസ് ആകുമ്പോഴാണ് ശ്രിങ്കേജും വാർപ്പിങ്ങും ഡ്രൈയിങ് അല്ലെങ്കിൽ ബേണിംഗ് ടൈമിൽ നടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് അലുമിനയാണ്. കാരണം അലുമിനയുടെ കണ്ടന്റ് എക്സസ് ആയി കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രിങ്കേജും വാർപ്പിങ്ങും ഉണ്ടാവും. The next question, pick up the correct statement from the following. The percentage of absorption for fire bricks varies from 5 to 10. ഫയർ ബ്രിക്സിൻ്റെതാണ് 5 to 10 പറഞ്ഞേക്കുന്നത്. റഫ്ലി 1 to 2% lime in silica brick is added to act as binding material. The compressive strength of silica bricks is about 150 kg per centimeter square. And option D, all the above. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞേക്കുന്നതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫയർ ബ്രിക്ക് എന്ന് പറയുന്നത് 5 to 10 ശരിയാണ്. അതുപോലെ തന്നെ റഫ്ലി 1 to 2% ഓഫ് ലൈമാണ് സിലിക്ക ബ്രിക്സിലുള്ളത്. അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത് സിലിക്ക ബ്രിക്കിൻ്റെത് 150 kg per centimeter സ്ക്വയറുമാണ്. അപ്പോൾ എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ദി എബോവ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് അപ്പ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. Bull's trench in a trench excavated in ground. Hoffman's skin is constructed over ground. Tunnel kin is constructed as a tunnel. And all the above. ഇത് ഈസി ആയിട്ട് ആ ഒരു ആദ്യത്തെ 3 പോയിന്റ് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓൾ ദി എബോവ്. ബുൾസ് ട്രെഞ്ച് സ്കിൻ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ട്രെഞ്ച് എക്സ്കവേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഹോഫ്മാൻ സ്കിൻ എന്ന് പറയുമ്പോൾ ഓവർ ഗ്രൗണ്ടഡ് ആണ്, ടണൽ ബേസിസിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. So 21st question, the melting point of silica is, സിലിക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് 1730 degrees Celsius ആണ് വരുന്നത്. ലൈമും സിലിക്കയും കൂടെ ഫ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ചോദിച്ചേക്കുന്നത്, 1730 degrees Celsius. 22 അല്ല, നമുക്ക് നെക്സ്റ്റ് 22 അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബുൾനോസ് ബ്രിക്ക് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ. ബുൾനോസ് ബ്രിക്ക് എന്തിനാണ് യൂസ് ചെയ്യാത്തത്? റൗണ്ടിങ് ഓഫ് ഷാർപ്പ് കോർണേഴ്സ്, പില്ലേഴ്സ്, ഡെക്കറേഷൻ പർപ്പസ്, ആർച്ചസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബുൾനോസ് ബ്രിക്ക് യൂസ് ചെയ്യാത്ത? ആർച്ചസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം frog means an apparatus to lift the stone, a depression on a face of brick, vertical joints in a brickwork, soaking brick is water. ഓപ്ഷൻ എന്ത് തന്നെയാണ് ഇവിടെ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഫ്രോഗ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രഷനാണ്. നമ്മുടെ ബ്രിക്കിൽ ചിലപ്പോൾ ഈ കമ്പനിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഡിപ്രഷൻ കണ്ടിട്ടുണ്ടാവും. ഒരു ഡിപ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രോഗ് എന്ന് പറയുന്നത്. ഇതൊരു കീ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ബോണ്ടിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്രോഗ് ഓഫ് എ ബ്രിക്ക് ഈസ് നോർമലി മെയ്ഡ് ഓൺ ഇറ്റ്സ് ടോപ്പ്, ബോട്ടം, ലോങ്ങർ, ഷോർട്ടർ. എവിടെയാണ് നമ്മുടെ ഫ്രോഗ് കൊടുക്കുന്ന? ടോപ്പ് സർഫസിലാണ് കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഹാർമോണിയസ് മിക്സിംഗ് ഓഫ് എ ക്ലേ ഇൻഗ്രീഡിയൻസ് നോൺ ആസ്
വെതറിങ്, ബ്ലെൻഡിങ്, ടെമ്പറിങ്, നൺ ഓഫ് ദീസ്. നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ്. ആൻസർ വരുന്നത് ബ്ലെൻഡിങ് ആണ്. കാരണം വാട്ടർ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ്. അതിനെ നമ്മൾ ഹാർമോണിക്സ് മിക്സിംഗ് ഓഫ് ക്ലേ എന്നാണ് പറയുന്നത്. ഇനി വാട്ടർ ആഡ് ചെയ്യുന്ന ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ടെമ്പറിങ് ആണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റുവൻറ്റ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത്? ഇതിൽ ഓപ്ഷൻസ് നോക്കാം. അയൺ പൈറൈറ്റ്, സിലിക്ക, ലൈം, അലുമിന. അപ്പോൾ ഇതിൽ നല്ല ഇൻഗ്രീഡിയൻ്റ് അല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ബ്രിക്കിൽ വേണ്ടാത്ത ഇൻഗ്രീഡിയൻറ്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതും ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, അയൺ പൈറൈറ്റ്സ് ആണ്. അയൺ പൈറൈറ്റ്സ് നമ്മുടെ ബ്രിക്കിലുണ്ടെങ്കിൽ ബ്രിക്കിന് ക്രിസ്റ്റലൈസേഷനും ഡിസ്ഇൻറ്റഗ്രേഷനും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് പറയുന്നത് അയൺ പൈറൈറ്റ്സിൽ ഉണ്ടാകുന്ന ഓക്സിഡൈസേഷൻ പ്രോസസ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ മേക്കിംഗ് ബ്രിക്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഗുഡ്? നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കുന്നതിന് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ബെസ്റ്റ്? വെതർ ക്ലേ, അൺവെതേർഡ് ക്ലേ, സിൽറ്റഡ് ക്ലേ, ബ്ലാക്ക് കോട്ടൺ സോയിൽ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാവുന്ന രണ്ട് കാര്യമെന്ന് വെച്ചാൽ വെതേർഡ് ക്ലേയും വരാം, ബ്ലാക്ക് കോട്ടൺ സോയിലും വരാം. പക്ഷേ ബ്ലാക്ക് കോട്ടൺ സോയിൽ ആയാലും അതെങ്ങനെ ആയിരിക്കണം? വെതേർഡ് ആയിരിക്കണം, ഇല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വെതേർഡ് ക്ലേ ആണ് വരുന്നത്. ബ്ലാക്ക് കോട്ടൺ സോയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്രിക്ക് ഉണ്ടാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സോയിൽ ഏതെന്ന് വെച്ചാൽ അത് ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈം ഈസ് മിക്സഡ് വിത്ത് ബ്രിക്ക് ടു. ലൈം ഈസ് മിക്സഡ് വിത്ത് ബ്രിക്ക് ടു പ്രിവെൻറ്റ് ശ്രിങ്കേജ്, ഇൻക്രീസ് സ്ട്രെങ്ത്, ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി, ഇൻക്രീസ് ഡ്യൂറബിലിറ്റി. അപ്പം ലൈം എന്താണ് നമ്മുടെ ബ്രിക്കിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് ഒരു കാര്യം പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് എന്തെന്ന് പറയുന്നത്? ശ്രിങ്കേജ് ആണ്. ലൈം ശ്രിങ്കേജ് ആണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. സ്ട്രെങ്ത് കൊടുക്കുന്നില്ല, പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നില്ല, ഡ്യൂറബിലിറ്റിയും ലൈം കൊടുക്കുന്നില്ല. നെക്സ്റ്റ്, പക്ക് മിൽ ഈസ് യൂസ്ഡ് ഫോർ. പക്ക് മിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബ്രിക്ക് ബേണിംഗ്, ക്ലേ മൗൾഡിങ്, ക്ലേ പ്രിപ്പറേഷൻ, ബ്രിക്ക് ഡ്രൈ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പക്ക് മിൽ യൂസ് ചെയ്യുന്നത്? സോ ക്ലേ പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോസസ്സിലാണ് നമുക്ക് പഗ്ഗിങ് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ലൈനിങ് ഓഫ് ഫർണസ് ദ ബ്രിക്ക് യൂസ്ഡ് ആർ ഓവർബേൺഡ്, അണ്ടർബേൺഡ്, റിഫ്രാക്ടറി ബ്രിക്ക്, എനി വൺ ഓഫ് ദീസ്. നമുക്കറിയാലോ എന്താണ്? സോറി, റിഫ്രാക്ടറി ബ്രിക്കാണ്. റിഫ്രാക്ടറി ബ്രിക്ക് അത് വരച്ചപ്പോൾ മാറിപ്പോയതാണ്. സോ ഓപ്ഷൻ സി റിഫ്രാക്ടറി ബ്രിക്കാണ്. അത് നമ്മൾ നേരത്തെ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു. ഫർണസിൻ്റെയും ചിമ്മിനിയുടെയും കിണ്ണിൻ്റെയൊക്കെ ലൈനിങ് ആയിട്ട് നമ്മൾ ഏത് ബ്രിക്കാണ് കൊടുക്കുന്നത്? റിഫ്രാക്ടറി ബ്രിക്ക്. നെക്സ്റ്റ്, ഹോളോ ബ്രിക്സ് ആർ പ്രിഫേർഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് ഹോളോ ബ്രിക്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? തെർമൽ ഇൻസുലേഷൻ, റിഡക്ഷൻ ഇൻ കോസ്റ്റ്, അപ്പിയറൻസ്, ഡ്യൂറബിലിറ്റി. എന്താണ് മെയിൻ പർപ്പസ്? തെർമൽ ഇൻസുലേഷൻ ആണ്. ഹീറ്റും നോയ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തെ നമ്മൾ നോട്ട് ചെയ്ത് പോയ കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡാംനെസ്സും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫയർ ബ്രിക്സ് ആർ യൂസ്ഡ് ഫോർ കോമ്പൗണ്ട് വാൾ, സൂപ്പർ സ്ട്രക്ചർ, ഡിക്രീസിങ് ഹീറ്റ് ഫ്ലോ, ഇൻക്രീസിങ് ഹീറ്റ് ഫ്ലോ. എന്താണ് ഫയർ ബ്രിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ഫ്ലോയെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിക്രീസിങ് ഹീറ്റ് ഫ്ലോ. The bricks prepared by dipping mold in water every time are known as. ബ്രിക്ക് ഈ മൗൾഡ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ മൗൾഡിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോ സ്ലോപ്പ് മൗൾഡഡ് ആണ് ആൻസർ. സാൻഡ് മൗൾഡഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മൗൾഡിൽ സാൻഡ് അല്ലെങ്കിൽ ആഷ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് പിന്നെ മൗൾഡ് നമ്മൾ ക്ലേ ഫില്ല് ചെയ്യുന്നതിനെയാണ് സാൻഡ് മൗൾഡഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ടൈം റിക്വയർഡ് ബൈ മൗൾഡഡ് എബൌട്ട്. നമുക്ക് മൗൾഡ് ചെയ്യേണ്ട ടൈമാണ് ചോദിച്ചേക്കുന്നത്. 1 to 3, 3 to 5, 3 to 10, 5 to 15. ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ടൈം, മൗൾഡിങ്ങിൻ്റെ ടൈമേ പറഞ്ഞിട്ടുള്ളൂ. ആൻസർ നമുക്ക് വന്നിരിക്കുന്ന 3 to 10 days ആണ്. എക്സസ് സിലിക്ക ഇൻ ബ്രിക്ക് എർത്ത് കോസസ് ലോസ് ഓഫ് കൊഹഷൻ, ഇംപെർമിബിലിറ്റി, ക്രാക്കിംഗ് ആൻഡ് വോപ്പിംഗ് ഓൺ ഡ്രൈയിങ്, ബ്രിട്ടിൽനെസ്. ഇപ്പോൾ എക്സസ് സിലിക്ക ആണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചത്. എക്സസ് സിലിക്കയാണെങ്കിൽ എന്ത് ചെയ്യും? സിലിക്കയുടെ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് കൊഹഷൻ കുറയും, എന്നിട്ട് നമ്മുടെ ബ്രിക്ക് ബ്രിട്ടിലായി പോകും. അപ്പോൾ മെയിനായിട്ട് ബ്രിട്ടിൽനെസ് ഉണ്ട്, അതും നമുക്ക് ആൻസറായിട്ട് വരാം. പിന്നെ ലോസ് ഓഫ് കൊഹഷൻ ഉണ്ട്. രണ്ടും ആൻസർ തന്നെയാണ്. എങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് കൊഹഷനാണ്. കാരണം കൊഹഷൻ കുറഞ്ഞാണ് ബ്രിക്ക് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അവിടെ ആദ്യം നടക്കുന്ന സംഭവം കൊഹഷൻ കുറയാണ് ചെയ്യുന്നത്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ അലുമിന ഇൻ ബ്രിക്ക് എർത്ത് ഈസ്
എന്താണ് അലുമിനയുടെ ഫംഗ്ഷൻ? ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി, ഇൻക്രീസ് ഡ്യൂറബിലിറ്റി, പ്രിവെന്റ് ശ്രിങ്കേജ്, ഇൻക്രീസ് പെർമിയബിലിറ്റി. ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ, ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി.